ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് സ്ട്രൈക്കർ ആയിരുന്ന ജീസസ് ജിമനസ് കഴിഞ്ഞ സമ്മറിൽ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് അദ്ദേഹം. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ പോവാൻ അനുവദിക്കുകയായിരുന്നു. എന്നിട്ട് പോളണ്ടിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ ടെർമാലിക്കയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പോളിഷ് ലീഗിൽ 10 മത്സരങ്ങളാണ് ഇതുവരെ ജീസസ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 3 ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അസിസ്റ്റുകൾ ഒന്നും നേടിയിട്ടില്ല. അതായത് 10 മത്സരങ്ങളിൽ നിന്ന് 3 ഗോൾ പങ്കാളിത്തങ്ങൾ മാത്രം. 10 മത്സരങ്ങളിൽ നിന്ന് 601 മിനിറ്റാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതായത് ശരാശരി ഓരോ 200 മിനിറ്റിലുമാണ് അദ്ദേഹത്തിന് ഗോൾ കണ്ടെത്താൻ കഴിയുന്നത്. 7 മത്സരങ്ങളിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. താരത്തിൻ്റെ ക്ലബ്ബ് ആവട്ടെ വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അവസാനത്തെ 7 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ ജീസസിൻ്റെ ക്ലബ്ബായ ടെർമാലിക്കയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. പോയിന്റ് പട്ടികയിൽ റെലഗേഷൻ സോണിന് തൊട്ടു മുകളിലാണ് അവരിപ്പോൾ ഉള്ളത്. അതായത് 15ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. 11 മത്സരങ്ങളിൽ നിന്ന് കേവലം 2 വിജയങ്ങൾ മാത്രമാണ് ക്ലബിന് ഉള്ളത്. 6 തോൽവികൾ ഏറ്റുവാങ്ങിയ അവർക്ക് 9 പോയിന്റ് മാത്രമാണ് ഉള്ളത്. അങ്ങനെ മോശം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബിലാണ് ജീസസ് ജിമനസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനും പ്രതീക്ഷിച്ച പോലെ വലിയൊരു മികവൊന്നും അവിടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരമാണ് ജീസസ്. 18 ലീഗ് മത്സരങ്ങളിൽ നിന്നും 11 ഗോളുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ISLന്റെ കാര്യത്തിൽ ഇതുവരെ വലിയ ഒരു അൺസർട്ടനിറ്റി നിലനിന്നിരുന്നു. ഇതുകൊണ്ട് തന്നെയായിരുന്നു ജീസസ് ജിമനസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് മറ്റൊരു ക്ലബിലേക്ക് പോയത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.